ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ അഴീക്കോട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ തൃശ്ശൂരായിരുന്നു, എൻ്റെ വീട്ടിലായിരുന്നു. എനിക്കിവിടെ ഒരു എക്സാം ഉണ്ട് കേട്ടോ. അപ്പം മിന്നു ഹസ്ബൻഡ് വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അവളെയും കൂടി അങ്ങനെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. എക്സാം കഴിഞ്ഞിട്ട് വരുമ്പോൾ വന്ന് കൊണ്ടുപോകാമെന്ന് വെച്ചാൽ ഭയങ്കര ലേറ്റ് ആവും. അപ്പം ഞാൻ എക്സാമിന് പോണതിന് മുന്നേ കാലത്ത് നേരത്തെ ഇവിടെ വന്നു. അപ്പോൾ അവൾക്ക് കഴിക്കാനുള്ള സ്നാക്കും ജ്യൂസും ഒക്കെ മേടിച്ചിട്ട് വരാൻ കേട്ടോ കടയിൽ നിന്ന്. അപ്പോൾ അമ്മച്ചി ഡ്രസ്സൊക്കെ അലക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ ഞങ്ങൾ മാങ്ങ പൊട്ടിച്ച് വീട്ടിൽ കൊണ്ടുപോയിരുന്നു ചമ്മന്തി അരയ്ക്കാൻ. പക്ഷേ ചമ്മന്തി അരച്ചില്ല കേട്ടോ. എല്ലാവരും ആ മാങ്ങ കഴിച്ചു. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ആ മാങ്ങ ഇതിലും ചെറുതിലാണ് പൊട്ടിച്ചുകൊണ്ട് പോയത്. പക്ഷേ നല്ല വലിപ്പം വയ്ക്കണ മാങ്ങയാന്ന് പറഞ്ഞപ്പോൾ മാങ്ങയൊക്കെ നോക്കുകയാണ്. ഞങ്ങൾ അതൊക്കെ നോക്കി കഴിഞ്ഞ് ഞങ്ങൾ എക്സാം ഹാളിലെത്തിയിട്ട് അപ്പോൾ ഇതേ പിന്നെ അവിടെ ഇരിക്കുകയാണ്. ഞാൻ തൊട്ടപ്പുറത്തിരുന്ന് പഠിക്കാനുണ്ട്. അപ്പോൾ ഒരുപാട് പേര് എക്സാമിന് വന്നിട്ടുണ്ട്. മുന്നും ഞാനിവിടെ വന്നിട്ടുണ്ട് JTSലും എക്സാം എഴുതാൻ. ആദ്യമായിട്ടാണ് മോളെയും കൊണ്ടുവരുന്നത്. ശരിക്കും ഇവിടെ പിള്ളേരൊന്നും അലൗഡ് അല്ല. എക്സാം തുടങ്ങുമ്പോൾ പുറത്തേക്ക് ആക്കും. അപ്പോൾ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണം. ആരെങ്കിലും പേരൻസൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ മിന്നുവിനെ ഒന്ന് അവരേൽ ഏൽപ്പിക്കുകയാണെങ്കിൽ നമുക്കൊരു സമാധാനമായി. അല്ലെങ്കിൽ കൊച്ചിനെ നമുക്ക് എവിടെ ഏൽപ്പിച്ച് പോകാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾ അവിടെ വെള്ളം എവിടെയൊക്കെയാണ്, ബാത്റൂം എവിടെയാണ്, ക്ലോക്ക് റൂം എവിടെയാണെന്നൊക്കെ പോയി നോക്കിയിട്ടോ. ഇതൊക്കെ നോക്കി വെക്കണം, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. മുന്നേ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു, സെയിം ക്ലോക്ക് റൂം തന്നെയായിരുന്നു. അവിടെ എന്താ പണികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് വെള്ളമൊക്കെ കുടിച്ച് ഞങ്ങൾ പോയി. അത് കഴിഞ്ഞ് പിന്നെ പഠിച്ച് കഴിഞ്ഞിട്ട് പിന്നെയും വെള്ളമൊക്കെ ഞങ്ങളുടെ കഴിഞ്ഞായിരുന്നു. അപ്പോൾ ഞങ്ങളിത് വീണ്ടും വെള്ളമൊക്കെ കുടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. വെള്ളം കുടിക്കാനും വെള്ളം എടുക്കാനും. അപ്പോൾ ഈ മരങ്ങളൊക്കെ കാണുമ്പോൾ ശരിക്കും നമുക്ക് ഒരു കോളേജിൻ്റെ ഓർമ്മ വരും കേട്ടോ. സ്കൂളല്ല, ഒരു കോളേജിൻ്റെ ഒരു ഓർമ്മ വരും. ഇതൊരു JTS സ്കൂളാണ് കേട്ടോ. ഇതാണ് വെള്ളം, നല്ല തണുത്ത വെള്ളം കിട്ടി കേട്ടോ അവിടെ നിന്ന്. അപ്പോൾ വെള്ളം എടുക്കണം മിന്നുവാണ്. ഇങ്ങനെ ഞെക്കിപ്പിടിച്ച് വെള്ളം എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേനും നമുക്ക് കൂടെ വന്നൊരു കുട്ടി, എക്സാം എഴുതാൻ വന്ന കുട്ടിയുടെ കൂടെ വന്നൊരു കുട്ടി ഇവളെ നോക്കാമെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് പകുതി ടെൻഷൻ ഒഴിഞ്ഞു കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളെ തന്നെ ആക്കിയിട്ട് എങ്ങനെ എക്സാമൊക്കെ എഴുതാൻ പോകാമെന്നുള്ള ഭയങ്കര ടെൻഷനായിരുന്നു എനിക്ക്. അപ്പോൾ ഞങ്ങൾ ക്ലാസ്സൊക്കെ തുറന്നു. ഞാൻ ഇരുന്നതിൻ്റെ ബാക്കിലത്തെ ക്ലാസ് തന്നെയായിരുന്നു കേട്ടോ എൻ്റെ ക്ലാസ്. അപ്പോൾ ഞങ്ങളോട് 1:15 കയറിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ നിൽക്കണം, ആരും ക്ലാസ്സിൽ കയറരുതെന്ന് പറഞ്ഞിരുന്നു. 1 മണിക്കാണ് നമ്മൾ ഏതാ ക്ലാസ്സിലെന്നുള്ള നോട്ടീസ് ബോർഡൊക്കെ എക്സാം എഴുതിയിട്ടുള്ള നമ്പറൊക്കെ അവരവിടെ കൊണ്ടുപോയിട്ട് ബോർഡിൽ കേട്ടോ. ഇതാണ് എൻ്റെ എക്സാം ക്ലാസ് കേട്ടോ. അപ്പോൾ ഞാനവിടെ അപ്പം തന്നെ പരിചയപ്പെട്ട കുട്ടികളൊക്കെ ആയിട്ട് വർത്തമാനം പറയണം. അപ്പോൾ എനിക്ക് എൻ്റെ മുഖത്ത് ഭയങ്കര ടെൻഷൻ ഫ്രീ ആണ്. കാരണം കൊച്ചിനെ പിടിക്കാൻ നോക്കാനൊക്കെ ആളുണ്ട് കേട്ടോ. എക്സാമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. ഞങ്ങൾ വൈമാളി കയറിയായിരുന്നു. വൈമാളിയിൽ ഇതേപോലത്തെ നല്ല പ്രതിമകളൊക്കെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനത്തെ മോഹൻലാലിൻ്റെ വീട്ടിലൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. അഴീക്കോടൊക്കെ നമ്മൾ ഷോക്കേസൊക്കെ അടിപൊളിയാക്കുമ്പോൾ ഇതേപോലത്തെ ഒരെണ്ണം കേട്ടോ. നല്ല പ്രൈസാണ് ഇതിനൊക്കെ. 800 ചില്ലാനും രൂപയാണ്. 800-700 ഒക്കെ റേറ്റാണ്. അതൊക്കെ മേടിക്കണമെന്നുണ്ട്. പിന്നെ നല്ല പ്ലാസ്റ്റിക് ആയിട്ടുള്ള പ്ലാന്റുകളുണ്ട്. അങ്ങനെ തന്നെ ഞങ്ങൾ സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റുഡിയോയിൽ പോയിട്ടോ. സ്റ്റുഡിയോയിലാണെങ്കിൽ ഭയങ്കര കളക്ഷനാണ്, ഭയങ്കര ഓഫറുകളാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടാണ് സ്റ്റുഡിയോയിലത്തെ കളക്ഷൻസും, ചെരുപ്പുകളായാലും ടോപ്പുകളായാലും കോസ്മെറ്റിക് ആയാലും. അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ ബസ്സിൽ കയറിയിട്ട് ഞങ്ങൾ തൃപ്രയാറിന് ബസ്സിൽ കയറി. ഞങ്ങളുടെ ബസ്സിലെ തളിക്കുളമൊക്കെ കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല സ്പീഡിലാണ് പോണത് അത്യാവശ്യം. അപ്പോൾ ഞങ്ങളതേ ബസ്സിലിരുന്ന് കാഴ്ചകളൊക്കെ കണ്ടു. ഞങ്ങൾ പെട്ടി സീറ്റിൽ തന്നെയായിരുന്നു. എനിക്ക് പെട്ടി സീറ്റിലിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ വാടാനപ്പള്ളി എത്തിയപ്പോൾ അതേ ഡ്രൈവർ വണ്ടി നിർത്തിയിട്ടോ. അതാണ് വാടാനപ്പള്ളി. എന്നിട്ട് അവിടെ നിന്ന് പിന്നെ വണ്ടി എടുത്ത് പിന്നെ ഞങ്ങൾ കണ്ടച്ചങ്കട എത്താറായിട്ടോ. കണ്ടച്ചങ്കട പാലം കയറാറായി. അപ്പോൾ നമുക്കിങ്ങനെ യാത്ര പോകുമ്പോൾ പാലങ്ങളും വെള്ളമൊക്കെ കാണാൻ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങളതേ കണ്ടച്ചങ്കടവ് എത്തിയപ്പോൾ പുതിയൊരു ഹോട്ടലൊക്കെ തുടങ്ങിയിട്ടുണ്ട് അവിടെ. അപ്പോൾ അതേ പാലം കയറിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടത് ഇതാണ് കണ്ടച്ചങ്കടവ് പാലം കേട്ടോ. ഈ പാലം നമ്മൾ കയറി നമ്മൾ പുഴയുടെ അടുത്ത് എത്താറായി. അപ്പോൾ അതേ ആ ബോട്ട് കാണുന്നുണ്ടോ റൈറ്റ് സൈഡിൽ? ആ ബോട്ടിൽ നിറച്ച് വിനോദസഞ്ചാരികളാണ് കേട്ടോ. അപ്പം അങ്ങനെ ബസ്സിലൊക്കെ യാത്ര ചെയ്ത് അങ്ങനെ ഞങ്ങൾ പരീക്ഷ കഴിഞ്ഞ് വീട്ടിലെത്തി. അപ്പോൾ അത്രയുള്ള എൻ്റെ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്.